ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് ഓണം സീരീസിൽ നല്ലൊരു അടിപൊളി റെസിപ്പി നോക്കിയാലോ. ഇഞ്ചി തീയലാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ റെസിപ്പിയിലേക്ക് പോകാം. അതിനായിട്ട് ഞാനിവിടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി കൊത്തി അരിഞ്ഞതും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട ശേഷം ഒരു 10-20 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടാണ് നമ്മളിതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഞാൻ ഇവിടെ മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തേങ്ങ ചിരകിയതും ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി നമ്മൾ ഫൈനായിട്ട് സ്ലൈസ് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ തേങ്ങയും ഞാൻ ഇതുപോലെ നന്നായിട്ട് ചിരകിയാണ് ചേർത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്ത ശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട ശേഷം നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെയാണ് നമ്മളിവിടെ വറുത്തെടുക്കേണ്ടത്. ഇതുപോലെ നല്ലൊരു ഗോൾഡൻ കളറാകുന്നത് വരെയാണ് നമ്മളിവിടെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്ത ശേഷം ഇതിലേക്ക് 2 ടൈപ്പ് മുളക് പൊടി, മല്ലിപ്പൊടി, ഇതുപോലെ തന്നെ കായപ്പൊടി, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും പൊടികളാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഈ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നല്ല ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇതിന് പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷവും ഒരു 5 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കാരണം പാനിന് നന്നായിട്ട് ചൂട് കാണും. ആ ചൂടിലിരുന്ന് പൊടികളെല്ലാം കരിഞ്ഞു പോകും. ഇപ്പോൾ ചൂടാറി വന്ന ശേഷം മിക്സി ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കണം. ഇനി നമുക്കിതിലേക്കുള്ള പുളി എടുക്കണം. ഇതുപോലെ ചെറിയൊരു നാരങ്ങ വലുപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ചെറു ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം. നല്ല ബ്ലാക്ക് കളറിലുള്ള പുളിയാണ് എടുക്കുന്നതെങ്കിൽ നല്ല പുളി ഉണ്ടായിരിക്കും. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വളരെ കുറച്ച് പുളിയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞത് അരിച്ചിട്ട് ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ചട്ടിയിലേക്ക് ഞാൻ അരിച്ചെടുത്ത പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പൊടിച്ചെടുത്ത മിക്സ് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് നമ്മൾ മിക്സിയിൽ ഇങ്ങനെ സൈഡിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്നത് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് ചൂട് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തിട്ട് വേണം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇവിടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് അടച്ച് വെച്ചൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ആ പുളിവെള്ളത്തിൻ്റെ ഒന്ന് പച്ച ചുവയൊക്കെ ഒന്ന് മാറി കിട്ടണം. നമുക്കിത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ അടച്ച് വെച്ച് ഒരു 10 മിനിറ്റാണ് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ 10 മിനിറ്റ് കൊണ്ട് തന്നെ ഇതിൻ്റെ റോ ടേസ്റ്റൊക്കെ നന്നായിട്ട് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ റോ ടേസ്റ്റൊക്കെ മാറി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഇനി വെളിച്ചെണ്ണയിലേക്ക് കടുകും വറ്റൽമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും താളിച്ചത് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് താളിച്ചൊടിച്ച ശേഷം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് മിക്സ് ചെയ്തെടുത്താലും മതിയാകും. ആ താളിച്ചതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങാനായിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഇഞ്ചി തീയലിൻ്റെ റെസിപ്പിയാണ്. എന്തായാലും നിങ്ങൾ ഈ ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് റെസിപ്പി നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.